രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഗുഹൻ തൊഴുതുകൊണ്ട് ശ്രീരാമചന്ദ്രനോടും സീതയോടും അവർ രണ്ടുപേരും ലക്ഷ്മണനോടൊപ്പം ഗംഗ തരണം ചെയ്യാനായിട്ട് ഇതാ തയ്യാറായി നിൽക്കുകയാണ്. ഗുഹൻ തൊഴുതുകൊണ്ട് വളരെയേറെ വിനയത്തോടു കൂടിയിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അതേപോലെ തന്നെ രാമനെ പിരിയാൻ തെല്ലും മനസ്സില്ലാത്തതായ സുമന്ത്രർ വളരെ വിനയത്തോടു കൂടിയിട്ട് പ്രാഞ്ജലിയായിട്ട് തൊഴുകയോടുകൂടിയിട്ട് രാമനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഞാനും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ സുമന്ത്രരുടെ തോളിൽ തട്ടിയിട്ട് സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്ര ശീഘ്രം പുനരേവയാഹി രാജ്ഞസകാശേ ഭവചാപ്രമത്ത. അല്ലയോ സുമന്ത്രരെ, ഇവിടെ നിന്നിട്ട് വളരെ വേഗത്തിൽ അങ്ങിനെയും മടങ്ങിപ്പോകണം അയോധ്യയിലേക്ക്. വളരെ വേഗത്തിൽ അവിടെ മടങ്ങി ചെന്നിട്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് മഹാരാജാവായ ദശരഥനെ കാണണം, അദ്ദേഹത്തെ മുഖം കാണിക്കണം. ഈ കാര്യത്തില് തെല്ലുപോലും വീഴ്ച വരാൻ പാടില്ല. എന്നെ പിരിയുന്നതായ ദുഃഖം മൂലം അങ്ങ് ചെയ്യേണ്ടതായി കർത്തവ്യത്തിൽ ഒരു കുറവും സംഭവിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഇക്കാര്യം കേൾക്കുക. രാമൻ പറഞ്ഞു, അല്ലയോ സുമന്ത്രരെ, അങ്ങ് ഇനി എന്നോടൊപ്പം കാനനത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങ് തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ പോകണം. അച്ഛന്റെ കൽപ്പനയനുസരിച്ചിട്ട് ഞാൻ രഥത്തില് ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഇനി രഥം വിഹായ പദ്ഭ്യാം തു ഗമിഷ്യാമോ മഹാവനം. ഇവിടെ വെച്ചിട്ട് ഈ രഥത്തെ ഉപേക്ഷിക്കാണ്. ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് പാദചാരിയായിട്ടാണ് ഞാൻ കാനനത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ രഥത്തിലുള്ളതായ യാത്ര എനിക്കിനി വേണ്ട. അങ്ങയോടൊപ്പം ഇത്രയും ദൂരം ഞാൻ വന്നു കഴിഞ്ഞു രഥത്തില്. അങ്ങ് ഈ രഥവുമായിട്ട് വളരെ വേഗത്തിൽ അയോധ്യയിലേക്ക് മടങ്ങി പോകണം. സുമന്ത്രർ ചെയ്യേണ്ടത് എന്താണോ എന്ന് രാമൻ സുമന്ത്രരോട് പറഞ്ഞു. സുമന്ത്രർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അത്. സുമന്ത്രരെ തൊഴുതുകൊണ്ട് രാമനോട് പറയാണ്, അല്ലയോ രാജകുമാര, നമന്യേ ബ്രഹ്മചര്യേവ സുധീദേവ ഫലോദയ മാർദ്ദവ ആർജവയോർവാപി ത്വാം ചേത് വ്യസനമാഗതം. അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങയുടേതായ ഗുണങ്ങളെല്ലാം പണ്ടുപണ്ടേ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അങ്ങനെയുള്ള ആളിന്, സർവഗുണസമ്പന്നനായ അങ്ങയ്ക്ക് ഈ പ്രകാരത്തിലുള്ളതായ വ്യസനം, ബുദ്ധിമുട്ട് വന്നു ചേർന്നിരിക്കുന്നു. അത് ഞാനിതാ നേരിട്ട് കാണുകയാണല്ലോ. അതിൽ നിന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന്, വേദങ്ങൾ അഭ്യസിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന്, ഇതൊന്നും ഒരു ഫലവും ചെയ്യുന്നില്ല. മറ്റുള്ള ആളുകളോടും സാഹചര്യങ്ങളോടും ഒക്കെ വളരെയേറെ സ്നേഹത്തോടുകൂടി ഋജുബുദ്ധിയായിട്ട് യാതൊരു കാപട്യവുമില്ലാതെ നന്മ നിറഞ്ഞ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നു. എല്ലാ ഗുണങ്ങളും തികഞ്ഞ് എല്ലാ പേരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇത്രയും കാലം ഈ ഭൂമിയിൽ കഴിഞ്ഞ അങ്ങയ്ക്ക് അങ്ങ് ചെയ്തതായ ആ സൽക്കർമ്മങ്ങളുടെ എല്ലാം ഫലം കിട്ടേണ്ടതിന് പകരം ഇപ്പോഴിങ്ങനെ ഈ വനവാസമാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് എനിക്കിപ്പോ
ഇങ്ങനെ തോന്നിപ്പോകുന്നു. ഈ തോന്നൽ ശരിയാകാം, തെറ്റാകാം, പക്ഷേ എങ്കിലും എനിക്ക് ഇങ്ങനെ തോന്നിപ്പോകുന്നു. അല്ലയോ രാമ, ഞാനിപ്പോ കൂടുതൽ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. എന്റെ ഒരു പ്രത്യാശ അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി വരും എന്നാണ്. വരില്ല എന്ന് അങ്ങിത ഉറപ്പിച്ച് പറഞ്ഞിരിക്കും. എന്റെ വേറൊരു പ്രത്യാശ അങ്ങ് അഥവാ നിർബന്ധ ബുദ്ധിയായിട്ട് കാനനത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്നെയും അങ്ങയോടൊപ്പം വരാൻ അനുവദിക്കും എന്നാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങ് അതിനും സമ്മതിക്കുന്നില്ല, എന്നോട് മടങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുന്നു. ഈ കാരണത്താൽ അല്ലയോ കുമാര, ഞാനിതാ ആകെ വലിയ വിപത്തിന്റെ മുന്നിൽ പെട്ടുപോയിരിക്കുന്നു. വയം ഖലു ഹതാരാമ ഏത്വയാ ഹിപവഞ്ചിത. അങ്ങ് എന്നെ ഈ പ്രകാരത്തിൽ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തില് ഞാനിതാ ആകെ അബദ്ധത്തിൽപ്പെട്ടുപോയിരിക്കുന്നു. എന്താ, എനിക്ക് അങ്ങയെ പിരിയുക എന്നുള്ള അസഹനീയമായ ദുഃഖം എന്നെ തുറച്ചു നോക്കുന്നു. ഇനി ഞാൻ അയോധ്യയിൽ ചെന്നു കഴിഞ്ഞാലോ എങ്ങനെ ഞാൻ അവിടെ ചെല്ലും? എങ്ങനെ ഞാൻ അവിടെയുള്ള ആളുകളെ അഭിമുഖീകരിക്കും എന്ന് മാത്രമല്ല, എങ്ങനെ അവിടെ ജീവിക്കും? എന്താ കാരണം? കൈകേയ്യ വശമേഷ്യാമ പാപായ ദുഃഖഭാഗിന. അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഭരണം കൈകേയിയുടേതാണ്. മഹാപാപിനിയായിരിക്കുന്ന കൈകേയി, ആ കൈകേയിയുടെ ക്രൂരമായിരിക്കുന്ന തീരുമാനങ്ങൾക്കും ക്രൂരമായിരിക്കുന്ന ആജ്ഞകൾക്കും ഒക്കെ ഏറാൻ മൂളിക്കൊണ്ട് ആ കൈകേയിയുടെ ആജ്ഞകളെല്ലാം അനുസരിക്കുക എന്നുള്ള ഗതികേടിൽ ഞാൻ പെട്ടുപോകും. ഇതിൽ പരം ദുഃഖം വേറെ എന്തിരിക്കുന്നു? ഇത്രയും നേരം ഞാൻ വിചാരിച്ചത് അങ്ങയോടൊപ്പം എന്നെയും കാനനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ്. ആ പ്രതീക്ഷയും ഇപ്പോഴിതാ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്റെ ആ അവസ്ഥയെ സുമന്ത്രര് പറഞ്ഞു കേൾപ്പിക്കുമ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ വളരെയേറെ ശാന്തനായിട്ട്, വളരെയേറെ സ്നേഹത്തോടു കൂടിയിട്ട്, മധുരമായിട്ട് സുമന്ത്രരോട് പറഞ്ഞു, അല്ലയോ സുമന്ത്രരെ, അങ്ങയ്ക്ക് വലുതായിട്ടുള്ളതായ ചുമതല അയോധ്യയിലുണ്ട്. അത് അങ്ങ് മറന്നു പോകരുത്. ഇക്ഷ്വാകൂണാം ത്വയാതുല്യം സുഹൃതം നോപലക്ഷയേ. ഇക്ഷ്വാകുക്കൾക്ക്, സൂര്യവംശത്തിൽ പിറന്നവരായിട്ടുള്ള രാജാക്കന്മാർക്ക് അങ്ങയ്ക്ക് തുല്യനായി വേറൊരു കൂട്ടുകാരൻ ഇല്ല. ഇത്രയും നാളത്തെ എന്റെ അനുഭവമാണത്. അങ്ങാണ് ഈ വംശത്തെ രക്ഷിക്കേണ്ടത്. അങ്ങാണ് ഈ വംശത്തെ ക്ലേശങ്ങളിൽ നിന്ന് ഉയർത്തേണ്ടത്, സന്തോഷത്തിലേക്ക് നയിക്കേണ്ടത്. ക്ലേശങ്ങൾ ഇപ്പൊ അതിന്റെ ഭീകരമായ അവസ്ഥയിൽ ഇക്ഷ്വാകുവംശത്തെ ഇതാ പിടികൂടിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് ക്ലേശം ഇക്ഷ്വാകുവംശത്തെ പിടികൂടുന്നത്. അത് ഏറ്റവും ഭീകരമായ ക്ലേശം തന്നെ പിടികൂടിയിരിക്കുന്നു. ഈ അവസ്ഥയില് ആരാണ് ഈ വംശത്തെ രക്ഷിക്കുക? പിതാവായിരിക്കുന്ന ദശരഥൻ രക്ഷിക്കുക. അമ്മമാരെ ആരാണ് രക്ഷിക്കുക? ഏറ്റവും വലിയ സുഹൃത്ത് അങ്ങാണ്. ദുഃഖം വരുമ്പോഴാണല്ലോ സുഹൃത്തുക്കൾ ഏറ്റവും അനുപേക്ഷണീയരായി തീരുന്നത്, ഏറ്റവും ആവശ്യമായി തീരുന്നത്. സുഹൃത്തുക്കളുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് ദുഃഖത്തെ ദൂരീകരിക്കുന്നത്. അങ്ങനെയുള്ളയാള് ഇപ്പോൾ അയോധ്യയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നറിയണം. യഥാ ദശരഥോ രാജ മാം നസൂതേത് തഥാ ഗുരു. രാജാവായ ദശരഥൻ എന്നെ ചിന്തിച്ചിട്ട് ദുഃഖിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് അങ്ങ് പ്രവർത്തിച്ചാലേ പറ്റൂ. ദശരഥ മഹാരാജാവിന്റെ ഹൃദയത്തില് എന്നെ കാനനത്തിലേക്ക് അയച്ചതിന്റെ പേരില് പരിധിയില്ലാത്തതായ ദുഃഖമുണ്ട്. അങ്ങ് അതിന് സാക്ഷിയാണല്ലോ, അങ്ങേക്ക് അറിയുന്നതാണല്ലോ. വീണ്ടും അദ്ദേഹം ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ല. എങ്കിൽ പ്രാണങ്ങളെ ധരിക്കുക അദ്ദേഹത്തിന് ക്ലേശകരമായി തീരും. ആ ദുഃഖത്തിൽ നിന്നിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഏറ്റവും നല്ല സുഹൃത്ത് അല്ലയോ സുമന്ത്ര അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം അയോധ്യയിൽ എത്തിച്ചേരണം. ഈ ഇക്ഷ്വാകുവിന്റെ വംശത്തിന് ഏറ്റവും വലിയ രക്ഷകനായിട്ട് അങ്ങ് അവിടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്കും സന്തോഷമുണ്ടാവുകയുള്ളൂ.
എന്റെ അച്ഛനെ മധുരമായ വാക്കുകൾ കൊണ്ട് വേണ്ടും പ്രകാരത്തിൽ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിൽ എന്റെ ജീവിതം ഒരിക്കലും സുഖകരമായി തീരില്ല. എനിക്കും സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ട്, സൗഖ്യമുണ്ടാകാൻ വേണ്ടിയിട്ട്, ദുഃഖം അകലാൻ വേണ്ടിയിട്ട് അച്ഛന്റെ കാര്യങ്ങൾ ചിന്തിച്ചായാണ് എന്റെ ദുഃഖം. അതേപോലെ പല പ്രകാരത്തിലുള്ളതായ വ്യസനങ്ങൾ ആ കൊട്ടാരത്തിലുള്ള പലരെയും ബാധിക്കും. അതിനെക്കുറിച്ചുമാണ് എന്റെ ദുഃഖങ്ങൾ. ആ ദുഃഖങ്ങളെല്ലാം അകറ്റാൻ അങ്ങുണ്ടാകണം. ഇല്ലെങ്കിൽ ആ ദുഃഖം എന്നെ വല്ലാതെ വ്യസനിപ്പിക്കും. അതുകൊണ്ടല്ലയോ സുമന്ത്രരെ, അങ്ങ് എത്രയും വേഗം അയോധ്യയിലേക്ക് മടങ്ങിപ്പോകണം. മഹാരാജാവായ ദശരഥൻ ശോകോപഹത ചേതാശ്ച വൃദ്ധശ്ച ജഗതീപതി, രാജ്യത്തിന് മുഴുവൻ രാജാവായിരിക്കുന്ന ഭരണാധിപനായിരിക്കുന്ന ദശരഥൻ, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ശോകത്താൽ പരിപൂർണമായിട്ടും കീഴടക്കപ്പെട്ട മനസ്സോടുകൂടിയവനായി തീർന്നിരിക്കുന്നു. അത് താങ്ങാൻ വേണ്ടിയുള്ള ശേഷി അദ്ദേഹത്തിന്റെ ശരീരത്തിനുമില്ല. വൃദ്ധനാണ് അദ്ദേഹം. ശരീരമാകെ ദുർബലപ്പെട്ട അവസ്ഥയിലാണ്. എന്ന് മാത്രമല്ല, കാമഭാരാവസന്നശ്ച, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എല്ലാം തകർന്നു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എന്നെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ ആഗ്രഹങ്ങളും അദ്ദേഹം ഇതിനു മുമ്പേ തന്നെ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഈ വലുതായിട്ടുള്ള ആഗ്രഹം ഇതൊന്നും മാത്രമേ നിറവേറ്റാനുള്ളൂ. അത് വളരെ വേഗത്തിൽ, വളരെ ഭംഗിയായിട്ട്, സമർത്ഥമായിട്ട് നിർവഹിക്കാൻ അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്ത സന്ദർഭത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിനാൽ അദ്ദേഹം ആഗ്രഹങ്ങളെല്ലാം തകർന്ന് ആകെ തളർന്നു പോയിരിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് കൂടെ ഉണ്ടാകണം, ഒരു സഹായി കൂടെ ഉണ്ടാകണം. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് സഹായിയായിട്ടോ അലങ്കയായിട്ട് അങ്ങ് എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഇപ്പോഴും അങ്ങുണ്ടാകണം. അതുകൊണ്ട് അങ്ങ് മടങ്ങിപ്പോകണം, അങ്ങ് അച്ഛന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അങ്ങയോട് പറയാനുള്ള കാരണം ഇതൊക്കെയാണ്. അതല്ലാതെ അങ്ങയ്ക്ക് ക്ലേശം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടല്ല എന്ന് അതിന്റെ അർത്ഥം. അങ്ങയെയും എന്നിൽ നിന്നിട്ട് പിരിച്ച് ദൂരേക്ക് മാറ്റി നിർത്തുക എന്നുള്ള വിചാരം കൊണ്ടല്ല. അച്ഛന് സഹായിയായിട്ട് അങ്ങാണ് അവിടെ ഉണ്ടാകേണ്ടത് എന്ന് മാത്രമല്ല, ഞാൻ പറയാതെ തന്നെ എനിക്കറിയാം അങ്ങ് അച്ഛന്റെ ആജ്ഞകളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇത്രയും കാലവും നിർവഹിച്ചു പോന്നു, ഒരു വീഴ്ചയും വരാതെ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. വിശേഷിച്ചും കൈകേയ പ്രിയകാമാർത്ഥം, കൈകേയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല പ്രകാരത്തിലുള്ള ആജ്ഞകൾ തന്നു എന്ന് വരാം. യത് യഥാ ജ്ഞാപയേത് കിഞ്ചിത് സ മഹാത്മാ മഹീപതി, മഹാരാജാവായ ദശരഥൻ അദ്ദേഹം മഹാത്മാവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും കാരുണ്യമുള്ള മനസ്സോടുകൂടിയവനാണ്. അദ്ദേഹം ചിലപ്പോൾ കൈകേയി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പലതും കൈകേയിക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിർവഹിക്കാനായിട്ട് അങ്ങയോട് ആജ്ഞാപിച്ചു എന്ന് വരും. കൈകേയിയോടുള്ള വിരോധം അങ്ങയുടെ മനസ്സിലിരുന്നു കൊണ്ട് അതിന് ഒരിക്കലും അങ്ങ് വിഘാതം സൃഷ്ടിക്കരുത്. മഹാരാജാവ് കൈകേയിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും എന്തെങ്കിലും ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ, അല്ലയോ സുമന്ത്ര, അങ്ങ് യാതൊരു എതിരഭിപ്രായവും മനസ്സിലില്ലാതെ, മനസ്സിൽ പോലും അങ്ങനെ ഒരു സ്പന്ദനം ഉണ്ടാവരുത്. അങ്ങ് ഉടനെ തന്നെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചിരിക്കണം. രാമന്റെ ദീർഘവീക്ഷണം, രാമന്റെ ആ മനസ്സിൽ ഓരോരുത്തരെ കുറിച്ചും ഉള്ളതായ സ്നേഹം, രാമന്റെ സാത്വിക ബുദ്ധിയുടെ ആ പരമമായിരിക്കുന്ന ഔത്കൃഷ്ട്യം, അതെല്ലാം നമുക്ക് ഈ വാക്കുകളിൽ കാണാം.